every hour. കേരളത്തിലെ ദൃശ്യമാധ്യമ മേഖലയിൽ വൻ അടിച്ചുപണികൾക്ക് കളമൊരുങ്ങുന്നു. പ്രമുഖ പ്രവാസി ശതകോടീശ്വരൻ രവി പിള്ള കേരളത്തിലെ ഒരു മുൻനിര ചാനൽ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിലെ ഒരു അതിപ്രധാന രാഷ്ട്രീയ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്നാണ് അണിയറക്കഥ. ബാർക്ക് റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന 5 ചാനലുകളിൽ 2 എണ്ണമാണ് ഈ ശതകോടീശ്വരന്റെ നിക്ഷേപ പട്ടികയിലുള്ളത്. ഇതിനൊപ്പം വളർന്നുവരുന്ന മറ്റൊരു ചെറിയ ചാനലിനെയും ഉൾപ്പെടുത്തി ഒരു പാക്കേജ് ആയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് അണിയറ സംസാരം. എന്നാൽ രവി പിള്ള ഗ്രൂപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രമുഖ ചാനൽ ഗ്രൂപ്പുമായി നിക്ഷേപകൻ ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് വിവരം. ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാങ്ങലുണ്ടാകുമെന്നാണ് സൂചന. 24 ന്യൂസും റിപ്പോർട്ടറും ന്യൂസ് മലയാളവും അടക്കമുള്ള ചാനലുകൾ വാങ്ങാൻ രവി പിള്ള ശ്രമിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതൊരു വെറും അഭ്യൂഹം മാത്രമാണെന്ന് RP ഗ്രൂപ്പും ഈ ഘട്ടത്തിൽ അനൌദ്യോഗികമായി പറയുന്നു. അടുത്ത കാലത്ത് ഉയർന്ന 100 കോടിയുടെ റേറ്റിംഗ് അഴിമതി ആരോപണങ്ങൾ പല ചാനലുകളുടെയും വിശ്വാസത്തെ തകർത്ത പശ്ചാത്തലത്തിൽ പുതിയ നിക്ഷേപത്തോടെ എത്തുന്ന ചാനലുകൾക്ക് വിപണി പിടിക്കാൻ എളുപ്പമാകുമെന്ന് നിക്ഷേപകർ കണക്കുകൂട്ടുന്നു. അതേസമയം ആന്ധ്ര തെലങ്കാന മേഖലയിൽ സ്വാധീനമുള്ള ബിഗ് TV നെറ്റ്വർക്ക് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങുന്നതും മാധ്യമലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഏപ്രിലിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് സംപ്രേഷണം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ബിഗ് TV ഇതിനകം തന്നെ മുൻനിര ചാനലുകളിൽ നിന്ന് പ്രമുഖ അവതാരകരെയും മാധ്യമപ്രവർത്തകരെയും വലിയ ശമ്പള പാക്കേജുകൾ നൽകി സ്വന്തമാക്കി കഴിഞ്ഞു. ഒരു ന്യൂസ് സ്പെഷ്യലിസ്റ്റ് ചാനലായി എത്തുന്ന ബിഗ് TV മലയാളം വാർത്താ വിപണിയിൽ വൻ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. രവി പിള്ളയുടെ നിക്ഷേപക നീക്കങ്ങൾക്കൊപ്പം ബിഗ് TVയുടെ കടന്നുവരവും കൂടി ചേരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ സമവാക്യങ്ങൾ അടിമുടി മാറുമെന്നാണ് വിലയിരുത്തൽ.